വ്യക്തിഗത അധിക്ഷേപങ്ങൾക്ക് രണ്ട് രാഷ്ട്രീയമാണുള്ളത്, രണ്ട് സംസ്കാരവും. അധിക്ഷേപത്തിന്റെ ചരിത്രവും ലിൻഡോയുടെ സ്നേഹപാഠവും നാം കണ്ടിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് രണ്ട് സമാന്തര ധാരകൾ വ്യക്തമായി കാണാം. ഒന്ന്, അപരന്റെ ശാരീരിക പരിമിതിയെ പോലും പരിഹസിക്കുന്ന അധിക്ഷേപ രാഷ്ട്രീയം. രണ്ട്, തന്നെ മുറിപ്പെടുത്തുന്നവനോടും പൊറുക്കുന്ന ലിൻഡോ ജോസഫിന്റെ മാനവിക രാഷ്ട്രീയം. വലതുപക്ഷത്തിന്റെ പാരമ്പര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് മന്ത്രി വി ശിവൻകുട്ടിയെ ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാത്തവർക്ക് ചരിത്രമറിയാം. കേരളം കണ്ട മഹാരഥന്മാരായ നേതാക്കളെ സാംസ്കാരിക ശൂന്യമായ പദങ്ങൾ കൊണ്ട് നേരിട്ട പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. ലോകം ആദരിക്കുന്ന ചിന്തകനായിരുന്ന EMSനെ അദ്ദേഹത്തിന്റെ സംസാര വൈകല്യത്തിന്റെ പേരിൽ വിക്കൻ എന്ന് വിളിച്ച് പതിറ്റാണ്ടുകളോളം പരിഹസിച്ചവർ. വിപ്ലവകരമായ വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവന്ന മുണ്ടശ്ശേരി മാഷെ മുണ്ടശ്ശേരി, മണ്ടയിലെന്താ ചകിരിച്ചോറോ ചാരായമോ എന്ന് ആക്ഷേപിച്ച് തെരുവിലിറങ്ങിയവർ. പാവങ്ങളുടെ പടത്തലവൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലന്റെ പോകാത്തു എന്ന് മുദ്രാവാക്യം വിളിച്ച ക്രൂരതയ്ക്ക് കേരളം സാക്ഷിയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ യുവനേതാക്കൾ അപമാനിക്കുന്നു. വിപ്ലവ നായികയെ ഗൗരിച്ചൊത്തി എന്ന് വിളിച്ച് ജാതീയമായി അധിക്ഷേപിക്കാനാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. ഈ പട്ടിക ഇവിടെ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെത്തുകാരന്റെ മകനെന്നും KK ശൈലജ ടീച്ചറെ കോവിഡ് റാണി എന്നും ആക്ഷേപിച്ചതും ഇതേ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ്. നന്മയുടെ ബദൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ലിൻഡോ ജോസഫ് നൽകുന്ന മറുപടി തികച്ചും വിപ്ലവകരവുമാണ്. ഒരു ലീഗ് പ്രവർത്തകൻ അദ്ദേഹത്തെ ശാരീരികമായി പരിഹസിച്ചപ്പോൾ ആ മുറിവിൽ മരുന്നൊഴിക്കാൻ ലിൻഡോ തിരഞ്ഞെടുത്തത് സ്നേഹമാണ്, ത്യാഗത്തിന്റെ മുറിവാണ്. ലിൻഡോയുടെ ശാരീരിക പരിമിതി ഒരു അപകടത്തിന്റെ ബാക്കിപത്രമാണെന്ന് ഓർക്കുക. പ്രളയകാലത്ത് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് ഡ്രൈവറായപ്പോൾ സംഭവിച്ച അപകടം, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മുറിവാണ്. തന്നെ അധിക്ഷേപിച്ചവനെതിരെ കേസ് കൊടുക്കുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അവനെ മോചിപ്പിക്കുകയും ഒപ്പമിരുത്തി ചായ കുടിപ്പിക്കുകയും ചെയ്ത ലിൻഡോ താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഔന്നത്യം കാട്ടിത്തരുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ നാവിലൂടെ പുറത്തുവരുന്ന അധിക്ഷേപ പദങ്ങൾ സാംസ്കാരിക കേരളത്തിന് നൽകുന്ന സന്ദേശം ഭീതിജനകമാണ്, പറയാതെ വയ്യ. സ്വന്തം നേതാക്കളെയും സ്ത്രീകളെയും പോലും വെറുതെ വിടാത്ത ഈ സൈബർ ഗുണ്ട സംസ്കാരത്തിന് മറുപടി നൽകാൻ ലിൻഡോയെ പോലുള്ളവർ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ സ്നേഹത്തിന് മാത്രമേ ഒരു പക്ഷെ സാധിക്കൂ. നിരായുധനാക്കുന്ന സ്നേഹത്തിന് ലിൻഡോ ജോസഫ്, നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ.